കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഷഫീഖിൻ്റെ കോട്ട് എടുത്തതിനോടൊപ്പം തന്നെ ഷഫീഖിൻ്റെ ഒരു കോമ്പറ്റിറ്ററിൻ്റെ കോട്ടും കൂടി എടുത്തു. ഓക്കെ, അപ്പോൾ ഈ കോട്ട് എടുത്തിട്ട് ഞങ്ങൾ വളരെയധികം ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു മാക്സിമം ശ്രമം നമ്മൾ ഈ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീഖിൻ്റെ കോട്ട് വളരെ കൂടുതലായിരുന്നു. അതെ അതെ ഓക്കെ, അപ്പോൾ കോട്ടെടുക്കുന്നുള്ളവരൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവസാനം സംഭവിച്ച ഒരു കേസ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് നമ്മൾ ഷഫീഖിന് തന്നെയാണ് അവാർഡ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ റീസൺസ് ഞാൻ ഷഫീഖിനോട് പറയുന്നില്ല. പക്ഷേ ജനറലി എന്തായിരിക്കും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴുമായിട്ടും എന്താണ് ഞാനിപ്പോൾ ഒരു കോട്ട് കൊടുക്കുമ്പോഴേ ഇപ്പോൾ പവനായിട്ട് ബിസിനസ് ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരാറില്ല. എന്താണ് ഈ കോട്ടിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ഞാൻ പറയാറില്ല. അത് പവൻ കൺവിൻസ്ഡ് ആണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് നമ്മളത് പോകുന്നത്. പക്ഷെ ഞാൻ ജനറലി ഒരു പ്രൊപ്പോസൽ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ അവരോട് പറയും. ഞാൻ ആദ്യം തന്നെ പറയും, വേറൊരാൾ കോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഇല്യൂമിൻ എനർജി കോട്ട് ചെയ്യുന്ന പ്രൊപ്പോസൽ. അതിന് ഞങ്ങൾ 5 പ്രധാനപ്പെട്ട ഡിഫറൻസസ് പറയാറുണ്ട്. ഇതൊരു ലെങ്തി സ്റ്റോറിയാണ്, അപ്പോൾ അവന് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. കാരണം 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടയർ 1 ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ സെല് ചെയ്യാറുള്ളൂ. ടയർ 1 ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു സോളാർ പാനൽ ടയർ 1 ആകാം. അതായത് ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സോളാർ പാനലിന് സ്വന്തമായി മാനുഫാക്ചറിങ് പ്ലാന്റ് വേണം. 2 ഇവർ ബാങ്ക്രപ്സി ഇൻഷുറൻസ് നേരിടുന്ന കമ്പനി ആകരുത്. 3 മെഗാവാട്ട് സ്കെയിൽ പ്രോജക്റ്റുകൾ 6 എണ്ണമെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ, ഇതിനെയാണ് ടയർ 1 എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റുകൾ മാത്രമേ ഞാനൊരു സ്ഥലത്ത് കൊടുക്കാറുള്ളൂ. ഇത് ടയർ 2 ആകുന്നിടത്ത് നമ്മുടെ പ്രൈസ് കുറയും. ടയർ 2 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺ മാനുഫാക്ചറിങ് പ്ലാന്റുള്ള കമ്പനിയിൽ നിന്ന് ചിലപ്പോൾ മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി അവരുടെ പേരിൽ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇല്യൂമിൻ എന്ന് പറഞ്ഞിട്ടൊരു പാനൽ ഇറക്കുക എന്ന് പറയാൻ ടഫായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അവനറിയാലോ എല്ലാ പ്രോഡക്ട്സും അങ്ങനെയാണ്. അപ്പോൾ ഈ സോളാർ പാനൽസിൽ നമ്മൾ ടയർ 1 ഓൺ പ്ലാന്റ് ഉള്ളവരെ മാത്രമേ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. അത് വാറണ്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് 12 വർഷമൊക്കെയാണ് പ്രോഡക്റ്റ് വാറണ്ടി വരുന്നത്. 25 വർഷം പെർഫോമൻസ് വാറണ്ടി ഉണ്ട്. ഇത് ഹോണർ ചെയ്ത് കാണുന്നത് പൊതുവെ സ്വന്തം മാനുഫാക്ചറിങ് പ്ലാന്റ് ഉള്ള ആൾക്കാർ മാത്രമാണ്. അപ്പോൾ അതൊരു കാരണമാണ്. ഇതൊരു ഡിഫറൻസ് ആണ് ഞങ്ങളുടെ. രണ്ടാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കോമ്പണൻസ് ആണ്. ഇലക്ട്രിക്കൽ കോമ്പണൻസ് കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യൂഷ്വലി ആൾക്കാർ KSEB സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സബ്സിഡി സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുക. അതായത് ഈ സബ്സിഡി വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കോമ്പറ്റീറ്റിംഗ് കമ്പനീസ് അല്ലെങ്കിൽ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. DC-DB, AC-DB, ഇതിനകത്തുള്ള കോമ്പണൻസ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി മാർക്കറ്റിൽ വരുന്നുണ്ട്. ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല. നമ്മളതിന് പകരം ഇതെല്ലാം ഹാൻഡ് പിക്ക് ചെയ്ത്, ഇപ്പോൾ DB ആണെങ്കിൽ നമ്മൾ ഹെൻസലിൻ്റെ DB ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂസസും SPD-യും എല്ലാം തന്നെ മേഴ്സൺ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ബ്രാൻഡാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല എന്താ പറയുക ലോങ് ടേമിൽ നമുക്ക് തലവേദന ഉണ്ടാക്കാത്ത കോമ്പണൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ പലപ്പോഴും നല്ലൊരു ഇടിവെട്ട് വരുമ്പോൾ ഈ സാധനം കത്തിപ്പോവും. ഇതിൻ്റെ കൂടെ ഇൻവേർട്ടർ വല്ലതും കത്തിപ്പോയാൽ ഇൻവേർട്ടർ ആക്ട് ഓഫ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഇൻവേർട്ടറിൻ്റെ വാറണ്ടി ഡിനേ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ക്വാളിറ്റി നോക്കാറുണ്ട്. സബ്സിഡി പ്രോജക്റ്റുകളിൽ വരുന്ന DC-DB, AC-DBയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസ് ഇതിന് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന എർത്തിങ് പോലെ തന്നെ ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യും. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് വേണമെങ്കിൽ നമുക്ക് 3 കിലോവാട്ടിലോ 5 കിലോവാട്ടിലോ ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാറുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ ലൈറ്റ്നിങ് അറസ്റ്റർ പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും പിന്നീട് സോളാർ പാനലിൻ്റെ വാറണ്ടി ഡിസൈൻ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 10-12 വർഷമായല്ലോ. അപ്പോൾ നമ്മൾ ഇതിനിടയിൽ വാറണ്ടിക്ക് വേണ്ടി ചെല്ലുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ തിരിച്ചയക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 ആണെങ്കിലും 5 ആണെങ്കിലും ലൈറ്റ്നിങ് അറസ്റ്റർ നിർബന്ധമായി ചെയ്തു പോകും. നമ്മൾ ഷഫീഖിന് വർക്ക് പറഞ്ഞതിൻ്റെ പുറത്തുള്ള ഒരു ലോജിക്കൽ റീസൺ ഈ 3 ഒന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു അല്ല, അതെനിക്കറിയാം. അതിൻ്റെ ആക്ച്വൽ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിനധികം എൻട്രി ബാരിയർ ഇല്ലാത്ത ഒരു മേഖലയാണ്. എന്നുവെച്ചാൽ സോളാർ തുടങ്ങണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കൊരു സോളാർ കമ്പനി തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. കുറച്ച് സപ്ലയേഴ്സിനെ അറിയണം. ഇപ്പം ഇതിൽ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൺസ്യൂമർ, നമ്മുടെ ഒരു ക്ലയൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു കമ്മിറ്റ്മെൻറ്റും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ
അത് അറ്റൻഡ് ചെയ്യാൻ ആ കമ്പനി ജീവനോടെ ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ ഒരു 10-12 കൊല്ലമായിട്ട് നിങ്ങൾ ആ മേഖലയിൽ നിൽക്കുകയും അതുപോലെ തന്നെ AMC കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു പ്രൈമറി റീസൺ. കാരണം സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ നമുക്കിങ്ങനെ ടെക്നിക്കലി കമ്പയർ ചെയ്യാനുള്ള ഒരു നോഹവ് പോലും നമുക്കില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു സിവിൽ കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നോഹവ് ഇലക്ട്രിക്കൽ കമ്പോണൻസിന്റെ ക്വാളിറ്റി കമ്പയർ ചെയ്യാനും സബ്സിഡി കിട്ടുന്ന ഡിവൈസസിന്റെ ക്വാളിറ്റി കമ്പയർ ചെയ്യാനും ഒരു സിവിൽ കോൺട്രാക്ടറിനെ ഒരു കസ്റ്റമറിനെ നമുക്കറിയാം. ബിൽഡേഴ്സിന്റെ അടുത്തും സിവിൽ കോൺട്രാക്ടേഴ്സിന്റെ അടുത്തും പോകുമ്പോൾ അവരുടെ ഒരേ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പ്രൈസാണ്, കോസ്റ്റാണ്. കോസ്റ്റ് നോക്കാതെ ഈ പറയുന്ന ലോങ് ടേം AMCയും വാറണ്ടിയും എല്ലാം കൺസിഡർ ചെയ്യുന്ന വളരെ കുറച്ച് ബിൽഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരാളാണ് ഡെഫിനറ്റ്ലി പവൻ. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ലോങ് ടേം റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നതും എല്ലാ പ്രോജക്ട്സിലും നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന എൻ്റെ 4ാമത്തെ പോയിന്റ് അതാണ്. അതായത് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ 5 വർഷം വരെ ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റ് കൊടുക്കും. ഈ ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് പീരീഡിൽ നമ്മൾ ഓരോ 4 മാസം കൂടുമ്പോൾ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് സർവീസ്, അങ്ങനെ 15 പ്രാവശ്യം 5 വർഷത്തിനുള്ളിൽ പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് സർവീസ് ചെയ്യും. അൺലിമിറ്റഡ് സർവീസ് കോൾസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ തന്നെ അത് അഡ്രസ്സ് ചെയ്യുകയും അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. 24 hours ആണ് ഇത് നമ്മൾ ഓൺലൈനിൽ മോണിറ്റർ ചെയ്തിട്ട് 24 മണിക്കൂറിൽ കൂടുതൽ ഒരു സൈറ്റ് ഡൗൺ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി സപ്പോർട്ട് ചെയ്യും. ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ഇഷ്യൂ റേസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അങ്ങോട്ട് പോയി ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാല്യൂ അഡിഷൻസും നമ്മൾ നമ്മുടെ പ്രോജക്റ്റുകളിൽ ചെയ്യുന്നുണ്ട്. ആ വാല്യൂ അഡിഷൻസ് ആണ് നമ്മളുടെ പ്രൈസായിട്ട് വരുന്നത്. അത് നമുക്ക് എന്താ പറയുക, ഒരാളുടെ ആപ്പിൾ ടു ആപ്പിൾ നമുക്കൊരു കമ്പയർ ചെയ്ത് കാണിക്കാനും സാധിക്കും. അത് തന്നെയാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. മനസ്സിലായി. നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് വരുമ്പോഴേ, ഇപ്പം ഞങ്ങളുടെ ഒരു ഓപ്പറേഷൻ ഒരു സ്റ്റൈലിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഇതിൻ്റെ ഇലക്ട്രിക്കൽ ലേ ഔട്ട് ആയിട്ടുണ്ടാവും, ഇതിൻ്റെ ഒരു DB ഷെഡ്യൂൾ ഉണ്ടായിട്ടുണ്ടാവും. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾ അതിൻ്റെ പുറത്ത് നിങ്ങളാണ് സജസ്റ്റ് ചെയ്യുന്നത് എത്ര KWPയുടെ ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മളവിടെ വെക്കണം എന്നുള്ളത് നിങ്ങളാണ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബേസിക് ഒരു തമ്പ് റൂൾ ഉണ്ടോ? നമ്മുടെ ഇത്രയാണ് നമ്മുടെ ലോഡ്, അതിൽ ഇത്ര ഉണ്ടാവണം സോളാർ എന്ന് പറയുന്ന ഇതുണ്ടോ? കാരണം ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഒന്നുകൂടെ ഉണ്ട്. അതായത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോളാർ വെക്കാൻ എന്ത് കോസ്റ്റ് ആവും എന്നുള്ളതാണ് ചോദ്യം. അതെ, ചിലപ്പോൾ ഇതിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ കുറച്ചുകൂടെ കൂടിയ കപ്പാസിറ്റി ഉള്ള ഒരു സാധനവും നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ സജസ്റ്റ് ചെയ്യുന്നത് അതിലും താഴെ, അതുപോലും കമ്പയർ ചെയ്യാൻ ചിലപ്പോൾ ഒരാൾ നിന്നുകൊള്ളണം എന്നില്ല. അതെ. അല്ല, അതെന്താ പറയുക, അത് നമ്മൾ ഇത് ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൺസ്ട്രക്ഷൻ മാർക്കറ്റിൽ നമുക്ക് അയാളുടെ അസ്യൂംഡ് കൺസംഷൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ട്, ഇപ്പോൾ പവൻ അറിയാലോ, പവൻ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വരുമ്പോൾ ചോദിക്കാറുള്ള കുറച്ച് ചോദ്യങ്ങൾ, നമ്മളൊരു ജോയിൻറ്റ് മീറ്റിംഗ് ഒക്കെ ഇരിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് എത്ര പേര് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടാകും, എത്ര ബെഡ്റൂംസ് ഒക്യുപ്പൈഡ് ആയിരിക്കും, രാത്രി AC യൂസ് ചെയ്യുന്നുണ്ടാകും, ഇതല്ലാതെ ഡിഷ് വാഷേഴ്സും റോബോട്ടിക് ക്ലീനേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഗീസേഴ്സ് എത്ര യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. അത് ചോദിച്ചിട്ടാണ് നമ്മൾ അവരുടെ ഒരാളുടെ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ വീട്ടിൽ നമ്മൾ സിസ്റ്റം സജസ്റ്റ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ ഒരു പാറ്റേൺ. അതേസമയം നേരത്തെ ചോദിച്ചല്ലോ തമ്പ് റൂൾ എന്താണെന്നുള്ളത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം, നമ്മളിപ്പോൾ ഒരു ഓൾറെഡി വീട് പണിത് കഴിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം, അയാളുടെ കറണ്ട് ബില്ല് ഏകദേശം 2000 രൂപയാണെങ്കിൽ 1 കിലോവാട്ട്. അതാണ് ഒരു മാസം 2 മാസം കൂടുമ്പോഴാണ്, നമ്മുടെ നാട്ടിൽ 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരുന്നത്. 2000 രൂപയാണ് നമ്മുടെ കറണ്ട് ബില്ലെങ്കിൽ 1 കിലോവാട്ട്. 4000 രൂപ വന്നാൽ 2 കിലോവാട്ട്, 6000 രൂപ വരികയാണെങ്കിൽ 3 കിലോവാട്ട്. ഇത് തന്നെ നമ്മൾ 10000 രൂപ വരുമ്പോൾ 5 കിലോവാട്ട്. ആ രീതിയിൽ കൂടി പോകും. അതാണ് അതിൻ്റെ ബേസിക് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അധികം താമസിക്കാത്ത ഒരു NRI കസ്റ്റമർ വരുവാണ്. ഓക്കെ, ഈ NRI കസ്റ്റമർ സോളാർ വയ്ക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൽ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ വരുന്ന സമയത്ത് എന്തുമാത്രം കൺസ്യൂം ചെയ്യും. എനിക്ക് ഓർമ്മയുണ്ട്, പവന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പവൻ ചെയ്തൊരു പ്രോജക്റ്റിൽ എനിക്ക് തോന്നുന്നു 6000 സ്ക്വയർ ഫീറ്റിന് എന്തോ ഒരു വീടായിരുന്നു. അതെ, 6000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടായിട്ട് പോലും നമ്മൾ സജസ്റ്റ് ചെയ്തത് 5 കിലോവാട്ടാണ്. ശരിക്കും ഒരു 6000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെങ്കിൽ, എല്ലാ ദിവസവും യൂട്ടിലൈസ് ചെയ്യുന്നൊരു വീടാണെങ്കിൽ 10 കിലോവാട്ടിൽ താഴെ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും കൺസംഷൻ ഉണ്ടാകും. വെറുതെ ലൈറ്റും AC ഒക്കെ യൂസ് ചെയ്താൽ തന്നെ അത്രയും വരുമല്ലോ. അപ്പോൾ നമ്മളന്ന് 5 കിലോവാട്ട് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വർഷത്തിൽ 2 മാസം കഷ്ടി അദ്ദേഹം നാട്ടിലുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത്. കഷ്ടി 2 മാസം.
അപ്പോൾ ഈ നമുക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ബാങ്കിങ് സിസ്റ്റത്തിലാണ് നമ്മുടെ നെറ്റ് മീറ്റർ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 തൊട്ട് അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള സമയത്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് നമ്മുടെ പേരിൽ ക്രെഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് KCBയിൽ. ഇപ്പം ഇദ്ദേഹം ആകെ ഡിസംബറിലും ജാനുവരിയിലും മാത്രമാണ് വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഏപ്രിൽ 1 തൊട്ട് നമ്മൾ ഈ 5 കിലോ വാട്ട് വെച്ചിട്ട് എല്ലാ മാസവും ബാങ്ക് ചെയ്ത് വെക്കുകയാണ്, നമ്മൾ കൊടുത്തു വെക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു വെക്കുന്ന യൂണിറ്റ് നമുക്ക് ഡിസംബറിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് ആ യൂണിറ്റിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു 2 മാസം അദ്ദേഹം ഫുൾ ത്രോട്ടിൽ AC യൂസ് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ് അറിയാലോ NRI കസ്റ്റമേഴ്സൊക്കെ പൊതുവെ എല്ലാവരും AC നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി വലിയൊരു സിസ്റ്റം ചെയ്യേണ്ടതില്ല. നമ്മൾ ഈ ബാങ്ക് ചെയ്ത് വെക്കുന്ന യൂണിറ്റിൽ നിന്ന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് അന്ന് ആ കസ്റ്റമറിന് നമ്മൾ 5 കിലോ വാട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞത്.